ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. നമ്മുടെ സെക്കൻഡ് ടേമിൻ്റെ ചാപ്റ്റേഴ്സിൽ നമുക്ക് രണ്ട് കവിതകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ജൻ ജൻ കാ ചെഹര ഏക്, മറ്റൊന്ന് കബ് തക്. അപ്പോൾ ഈ രണ്ട് കവിതയുടെയും ആശയം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്റർ തന്നെ പഠിച്ചു എന്ന് പറയാൻ പറ്റും. നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാതെ കവിതയിൽ പറഞ്ഞിരിക്കുന്ന ആശയം എന്ത് എന്ന് കറക്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ അതിലുള്ള സമാൻ ആശയ് വാലി പങ്ക്തിയാം ചുനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരും. പിന്നെ അത് കൂടാതെ 2 മാർക്കിനുള്ള ചോദ്യം വരും. അപ്പോൾ ഇതിനൊക്കെ ആൻസർ ചെയ്യണമെങ്കിലും നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ആശയമാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ എങ്ങനെ ചോദിച്ചാലും നമുക്ക് കവിതയുടെ ആശയം മനസ്സിലാക്കിയെങ്കിലേ ഏത് ടൈപ്പ് ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജൻ ജൻ കാ ചെഹര ഏക് മുക്തിബോധിൻ്റെ കവിതയാണ്. ഈ കവിതയിൽ കവി നമ്മൾക്ക് ഒരുപാട് മെസ്സേജ് നൽകുന്നുണ്ട്. എന്താണ് പ്രധാനമായും പറയേണ്ടത്? ഈ ലോകത്ത് പീഡനം അനുഭവിക്കുന്ന ജനങ്ങൾ അവർക്കെല്ലാം തന്നെ ഒരേ മുഖമാണ് എന്നാണ് കവി പറയുന്നത്. ഈ ഒരേ മുഖം എന്ന് പറയുന്നത് നമ്മളെ കാണാനുള്ള ആ കളറ് കൊണ്ടോ അല്ലെങ്കിൽ ഭംഗി കൊണ്ടോ ഇതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, അല്ലേ? എന്താണ് നമ്മുടെ ഫേസ് എന്ന് പറയുന്നത്? നമ്മൾ പറയാറില്ലേ, ഒരാളുടെ ഫേസ് കണ്ടാൽ അറിയാം അയാളുടെ സന്തോഷമാണോ, അയാൾക്ക് എന്തോ, നമ്മൾ പലപ്പോഴും മുഖം കണ്ടിട്ട് ചോദിക്കാറില്ലേ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ, അല്ലേ? അപ്പോൾ നമ്മുടെ ഫേസിൽ, അപ്പോൾ ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് അതാണ്. എല്ലാവരുടെയും മുഖം ഒന്നാണ് എന്ന് പറയുന്നതിലൂടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒന്നാണ്, എല്ലാവരുടെയും വേദനകൾ ഒന്നാണ്, എല്ലാവരുടെയും ആവശ്യങ്ങൾ ഒന്നാണ് എന്നാണ് കവി നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലുള്ള കവിതയുടെ ആശയം ഒന്ന് വേഗത്തിലൊന്ന് പഠിച്ചെടുക്കാം, അല്ലേ? ഹിന്ദി സാഹിത്യക്ക് പ്രഗതിശീൽ കവി, ഹിന്ദി സാഹിത്യത്തിലെ പ്രഗതിശീൽ കവിയാണ് ആര്? കവി ഗജാനനൻ മാധവ് മുക്തിബോധ്. ഗജാനനൻ മാധവ് മുക്തിബോധ്. അപ്പൊ മുക്തിബോധാണ് ജൻ ജൻ കാ ചെഹര ഏക് എന്ന കവിതയുടെ കവി. കവിത ഹേ മുക്തിബോധ് കി കവിത ഹേ ജൻ ജൻ കാ ചെഹര ഏക്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഹിന്ദി സാഹിത്യത്തിലെ പ്രഗതിശീൽ കവിയായ ഗജാനനൻ മാധവ് മുക്തിബോധിന്റെ കവിതയാണ് ജൻ ജൻ കാ ചെഹര ഏക്. इस कविता से कवി जनता के आंतरिक ഏകത ദിക്കായാ ഹേ. എന്താണ് കാണിക്കുന്നത്? ആന്തരിക ഏകത. ഈ ആന്തരിക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള എന്നാണ്, അല്ലേ? അപ്പോൾ എന്താണ്? ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള പ്രയാസങ്ങൾ കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും അവരുടെ ആവശ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് അവരുടെ ഒരു ഏകത, അവരുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഏകത്വം എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ, ആ ഏകത ആണ് ഇവിടെ കവിതയിൽ കാണിക്കുന്നത്. വ്യക്തി കിസി ബി ദേശീയ പ്രാന്ത് കാ നിവാസി ഹോ. പഠിക്കണേ, നമ്മുടെ കവിതയിലെ വരികളാണ്. വ്യക്തി ഏത് ദേശത്തെയോ, ഏത് പ്രാന്ത് എന്ന് പറഞ്ഞാൽ പ്രദേശം, ഏത് ദേശമാണോ, ദേശം രാജ്യമാണ് ഉദ്ദേശിക്കുന്നത്, പ്രാന്ത് പ്രദേശം. ഏത് രാജ്യക്കാരനോ ഏത് പ്രദേശത്തോ ഉള്ള ആളായിക്കോട്ടെ, നിവാസി ആയിക്കോട്ടെ, ഉസ്കി സമസ്യയെ സമാന ഹേ. അവരുടെ സമസ്യ, പ്രശ്നങ്ങൾ ഒന്നാണ് എന്നാണ് കവി പറയുന്നത്. കവി കെ അനുസാർ അമേരിക്ക, ഏഷ്യ, യൂറോപ്പ് കി ഗലി കി ധൂപ്പ് ഏക് ഹേ. ഈ തെരുവുകളിലെയൊക്കെ വെയിൽ ഒന്നാണ് എന്ന് പറയുന്നത്. നമ്മൾ വെയിൽ കൊണ്ട് അധ്വാനിക്കുന്നത് എന്താണ്? പ്രയാസം കൊണ്ടാണ്, അല്ലേ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടതും ആ പ്രയാസങ്ങൾ ഒന്നാണ് എന്നാണ്, വെയിൽ ഒന്നാണ് എന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സംസ്കൃതി ഏവം ജീവൻ ശൈലി ഭിന്ന ഹേ. നമ്മുടെ സംസ്കാരത്തിലും ഈ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളും പ്രദേശങ്ങളും ഒക്കെ തമ്മിലുള്ള സംസ്കാരത്തിൽ വ്യത്യാസമുണ്ട്, ജീവൻ ശൈലിയിലും വ്യത്യാസമുണ്ട്. കിന്തു എന്നാലും ഉൻ സബീ കെ ചെഹരോമേ, ഉൻ സബീ കെ ചെഹരോമേ, ചെഹരെ മുഖം, എല്ലാവരുടെയും മുഖങ്ങളിൽ കൊയ് അന്തർ നഹി രഹ്താ ഹെ. വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നാണ് കവി പറയുന്നത്. സാരെ വിശ്വ സമസ്ത ലോഗോं की കഷ്ട ദുഃഖ് ഓർ സന്താപ് ഏക് ഹേ. സാരെ വിശ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്തെ മുഴുവൻ, സമസ്ത ലോഗോं की എല്ലാവരുടെയും കഷ്ടവും ദുഃഖവും, ഓർ സന്താപ് ഏക് ഹേ, അവരുടെയൊക്കെ കഷ്ടതകളും ദുഃഖവും സന്താപവും ഒക്കെ ഒന്ന് തന്നെയാണ്, പ്രയാസങ്ങളൊക്കെ ഒന്നാണ്. ശോഷിതോं के सपने का
ജൽത്താ ലാൽ സിതാര ഏക് ഹേ. എന്താണ്? ശോഷിതോങ്കെ അല്ലെ, ശോഷിതരായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകൾ അവരാണ്. ശോഷിതോങ്കെ സപ്നേക്ക അവരുടെ സ്വപ്നത്തിൻ്റെ ജൽത്താ ലാൽ സിതാര ജ്വലിക്കുന്ന, ജൽത്ത എന്ന വാക്കിൻ്റെ അർത്ഥം ജ്വലിക്കുന്ന, അവരുടെയൊക്കെ ജ്വലിക്കുന്ന ചുവന്ന സൂര്യനും ഒന്നാണ്. ഗംഗ, ഇരാവതി. ഇവിടെ ഈ ജ്വലിക്കുന്ന സൂര്യൻ ഒന്ന് എന്ന് പറയുന്നിടത്ത് മനസ്സിലാക്കണം, എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ ഒന്നാണ്. എന്താണ്? എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്. അതാണ് ഈ ലാൽ സിതാര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പറയുന്നത് ഗംഗ, ഇരാവതി, മിനാം, നീൽ നദി, ആമസോൺ, മിസൗരി, ഇൻ സബ് നദിയോങ്കി ഈ നദികളുടെ എല്ലാം വേദന ഓർ ദുഃഖ് സമാൻ ഹേ. ഈ നദികളുടെ ഒക്കെ വേദനയും ദുഃഖവും ഒന്നു തന്നെയാണ്. ഈ നദികളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്ന് ആ നദി കടന്നു പോകുന്ന രാജ്യത്തെയും പ്രദേശത്തെയും, മറ്റൊന്ന് ആ നദികളുടെ ഒഴുക്ക് എന്നതുകൊണ്ട് കാണിക്കുന്നത് ഒരു സാധാരണ ജനങ്ങളുടെ ആ ജീവിതത്തിൻ്റെ രീതി, എല്ലാവരുടെയും ജീവിതമാകുന്ന ഒഴുക്കിനെയാണ് നദികളിലൂടെ കവിതയിൽ പറയുന്നത്. നദിയോं के समान समस्त विश्व के जनता की, നദികളെ പോലെ ലോകത്തെ എല്ലാ ജനങ്ങളുടെയും ജീവൻ ധാരാ ഭി ഏക് ഹേ, ജീവിതമാകുന്ന ഒഴുക്കും ഒന്നു തന്നെ എന്നാണ് കവിതയിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചു വെച്ചാൽ മക്കളെ നിങ്ങൾക്ക് കവിതയുടെ ആശയം അല്ലെ, ജൻ ജൻ കാ ചെഹര ഏക് എന്ന കവിതയുടെ ആശയമായി. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ സെൻറ്റൻസ് നമ്മൾ പറയുമ്പോഴും അതുകൊണ്ട് കവിതയിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞു തന്നു അല്ലേ. ഇവിടെ ലാൽ സിതാര എന്ന് പറഞ്ഞാൽ ലക്ഷ്യമാണ്. പിന്നെ ജുറിയാം എന്ന് കവിതയുടെ വരികളിൽ പറയുന്നുണ്ട്, മുഖത്തുള്ള ചുളിവുകൾ. ജുറിയാം വേർഡ് മീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. കവിതയുടെ വേർഡ് മീനിങ് നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കണം. അവിടെ മുഖത്തെ ചുളിവുകൾ എന്ന് പറയുന്നത് അവിടെ ആളുകളുടെ വേദന, പ്രയാസങ്ങളെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കവിതയുടെ മീനിങ് നിങ്ങൾ നന്നായി ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. ഇനി അടുത്തത് കബ്തക് എന്ന കവിത. കബ്തക് ആരുടെ കവിതയാണ്? വന്ദന ടേട്ടയുടെ കവിതയാണ് കബ്തക്. നോക്കൂ, കബ്തക് ശീർഷക കവിത വന്ദന ടേटे से लिखी गई है അല്ലെ. ഏത് കബ്തക് എന്ന് പേരുള്ള ഈ കവിത ആരാണ് എഴുതിയത്? വന്ദന ടേटे എഴുതിയതാണ്. യഹ് കവിത ആത്മനിർഭരത എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തത. നമ്മൾ എന്തിനാണ് പര്യാപ്തമാകേണ്ടത്? നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കുവാൻ അല്ലെ, മറ്റുള്ളവരുടെ ആശ്രയത്തിൽ നിന്ന് സ്വയം പര്യാപ്തത നേടണം എന്ന് എപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? പലയിടത്തും നമുക്ക് കേൾക്കുന്ന ഒരു ഉപദേശമാണത്. ഓർ ആത്മസമ്മാൻ എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനത്തിൻ്റെയും സന്ദേശം നൽകുന്നതാണ് ഈ കവിത. എന്തൊക്കെയാണ് ഈ കവിതയുടെ പ്രധാന സന്ദേശം? ആത്മനിർഭരത എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തത, ആത്മാഭിമാനം ഇത് രണ്ടുമാണ് ഈ കവിതയിൽ നമുക്ക് നൽകുന്ന സന്ദേശം. എന്താ പറയുന്നത്? വ്യക്തിയോങ്കോ അപ്നി പെഹച്ചാൻ എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചറിവ്. വ്യക്തികൾ സ്വയം, അപ്പം ഞാൻ എന്നെ തന്നെ സ്വയം തിരിച്ചറിയുക, നിങ്ങൾ നിങ്ങളെ സ്വയം തിരിച്ചറിയുക എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ തിരിച്ചറിയാം അല്ലേ. എന്നിട്ട് നമ്മുടെ പോസിറ്റീവ് എന്താണോ അതിനെ വളർത്താം, നെഗറ്റീവ് എന്താണോ അതിനെ മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ പെഹച്ചാൻ, നമ്മുടെ തിരിച്ചറിവ്, സുരക്ഷ ഓർ ഖുഷി ദൂസരോ पर निर्भर नहीं रखने का ആഹ്വാൻ കവിയത്രി करती है. അപ്പോൾ ഇവിടെ കവി നമ്മളോട് എന്താ പറയുന്നത് എന്നറിയാമോ? നിങ്ങളുടെ തിരിച്ചറിവ് അത് മറ്റുള്ളവരല്ല തീരുമാനിക്കേണ്ടത്, നമ്മൾ തീരുമാനിക്കണം അല്ലേ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തായി തീരണം, നിങ്ങൾക്ക് എന്തിലാണ് ടാലൻറ്റ്, നിങ്ങൾക്ക് എങ്ങനെ ആകാനാണ് ഇഷ്ടം എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് നിങ്ങൾ അതിനെ വളർത്തണം. അത് നിങ്ങളുടെ അടുത്താണ്, നിങ്ങൾ അതിനെ വളർത്തിയിരിക്കണം. പിന്നെ നിങ്ങളുടെ സുരക്ഷ, പിന്നെ അതുകൂടാതെ നിങ്ങളുടെ സന്തോഷം, ഇതൊന്നും ഒരിക്കലും മറ്റുള്ളവരുടെ കൈകളിൽ നമ്മൾ ഏൽപ്പിക്കാൻ പാടില്ല.
വേ ഉൻ ലോഗോं पर व्यंग्य करती है. അവര് അങ്ങനെയുള്ളവരെ ഇവിടെ കവി പരിഹസിക്കുകയാണ്. വ്യംഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാസ്യം, പരിഹാസം എന്നൊക്കെ പറയാം അല്ലേ. അവരെ എന്താക്കുന്നു? പരിഹസിക്കുന്നു. ഇവിടെ ഏറ്റവും ചേരുന്നത് പരിഹാസം എന്നാണ്, ഹാസ്യം എന്നല്ല. जो अपनी कहानी और इतिहास दूसरों द्वारा लिखे जाने पर संतुष्ट रहते हैं. ഇങ്ങനെയുള്ളവരെ കവി എന്താക്കുകയാണ്? പരിഹസിക്കുകയാണ്. എങ്ങനെ? ഇതിഹാസ് ദൂസരോ ദ്വാര, മറ്റുള്ളവരിലൂടെ സ്വന്തം ചരിത്രവും സ്വന്തം കഥയും മറ്റുള്ളവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നവരെ കവി ഇവിടെ പരിഹസിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൻ്റെ കൺട്രോൾ അല്ല പറയുന്നത്, മറിച്ച് മറ്റുള്ളവരുടെ അടിമയെ പോലെ സ്ത്രീകൾക്ക് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾക്ക് തിരിച്ചറിവ് വേണം. അവർ പറയുന്ന അതല്ല, അവരിടുന്നതല്ല നമ്മുടെ ആത്മാഭിമാനം, നമ്മുടെ കഴിവ് എന്ന് പറയുന്നത്, നമ്മുടെ തിരിച്ചറിവ് എന്ന് പറയുന്നത്, അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. കവിതാ മേ ലോഗോं को अवतारों के आगमन पर भरोसा करने से മനാ കിയാ ഗയാ ഹെ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിൽ നിന്ന് കവി നമ്മളെ എന്താക്കുകയാണ്? വിലക്കുകയാണ്. അപ്പോൾ എപ്പോഴും സ്ത്രീകളുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ആദ്യം അച്ഛനാലും പിന്നെ സഹോദരനാലും അത് കഴിഞ്ഞ് ഭർത്താവിനാലും പുത്രനാലും എപ്പോഴും ഒരാളുടെ കീഴിലെന്ന് നമ്മളെവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി കാത്തു നിൽക്കണ്ട. അങ്ങനെയുള്ള ഒരു അവതാരത്തിന് വേണ്ടിയും നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മൾ നമ്മുടെ ജീവിതം ഒരു അവതാരം വന്ന് നമ്മളെ രക്ഷിക്കും എന്ന രീതിയിൽ, ഇപ്പോൾ ഭർത്താവിനാൽ കിട്ടാത്ത റെസ്പെക്റ്റ് അത് നമുക്ക് സഹോദരനാൽ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അവരിൽ നിന്ന് കിട്ടാത്തത് എന്തെങ്കിലും ഭർത്താവിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതൊന്നും വേണ്ട. നമ്മുടെ തിരിച്ചറിവ് നമ്മുടെ അടുത്താണ്, നമ്മുടെ ലൈഫ് അത് നമ്മുടെ അടുത്താണ്. കിസി അവതാർ ദ്വാര മുക്തി കി കാമനാ കർന വ്യർത്ഥ ഹെ അല്ലേ. അപ്പോൾ ഇവിടെ കവി പറയാം, ഏതെങ്കിലും ഒരു അവതാരം പോലെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ അല്ലേ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്ന് ചിന്തിച്ച് നിങ്ങൾ ജീവിക്കുന്നത് അതെന്താണ്? വ്യർത്ഥ്. അത് വേസ്റ്റാണ്. അത് എന്താണ്? വ്യർത്ഥ് ഹേ. അതൊരു ശൂന്യമായ നമ്മുടെ ഒരു ചിന്ത മാത്രമാണ്. കവയത്രി സമയ കെ ബദൽത്തെ സ്വരൂപ് കാ ഉല്ലേഖ് കർത്തി ഹേ. കവയത്രി ഇവിടെ സമയക്ക് ബദലെ, സമയത്തിന് പകരം സ്വരൂപത്തെ മനസ്സിലാക്കാൻ പറയുന്നു. വേ ലോഗോं को आत्मनिर्भर बनने और अपनी समस्याओं का समाधान स्वयं ढूंढने के लिए പ്രേരിത് കർത്തി ഹേ. ഇവിടെ കവിതയിലൂടെ ആത്മനിർഭർ ബന്നെ, നമുക്ക് സ്വയം ഒരു ആത്മസംതൃപ്തി നേടുവാനും പിന്നെ നമ്മുടെ സമസ്യാവും പ്രശ്നങ്ങൾക്ക് സമാധാനം സ്വയം കണ്ടെത്തുവാനുമുള്ള പ്രേരണ കവിതയിലൂടെ നൽകുന്നു. कविता का मुख्य संदेश यह है कि आत्मसम्मान जीवन में सबसे महत्वपूर्ण चीज है. കവിതയുടെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ആത്മസമ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാഭിമാനം. ആത്മാഭിമാനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും മഹത്വപൂർണമായ ഒന്നാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഈ കവിതയിലൂടെ നൽകുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കവിതയുടെ ആശയം ഇവിടെ ഡിസ്കസ് ചെയ്തു. ഈ രണ്ട് ചാപ്റ്റർ അല്ല നമുക്ക് എക്സാമിലേക്കുള്ളത്, ഇനിയും ചാപ്റ്ററുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം നമ്മൾ ഫസ്റ്റ് ടേമിൻ്റെ പോർഷനും ഒന്ന് റിവൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ നമ്മളുടെ ലൈവുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസത്തെ നമ്മുടെ 7 മണിയുടെ മാരത്തോൺ ലൈവ് ക്ലാസ്സുകൾ മറക്കാതെ നിങ്ങൾ കാണുക. നമുക്ക് ഇനിയും കാണാം. ബൈ.